ഇപ്രാവശ്യം കാക്ക വന്ന ദിവസം തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് പേപ്പേഴ്സൊക്കെ വാങ്ങി ഗവൺമെൻറ് ഡോക്ടറുടെ ഒപ്പം സീലും വാങ്ങിക്കേണ്ടിയിരുന്നു. അതൊക്കെ വാങ്ങിച്ച് പിന്നെ കണ്ണ് ഹോസ്പിറ്റലിൽ പോയിട്ട് കാഴ്ചയൊക്കെ പരിശോധിച്ച് ആ പേപ്പേഴ്സൊക്കെ വീണ്ടും ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ കൊണ്ടുകൊടുത്തിട്ടോ. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പോരുന്ന വഴിക്ക് തന്നെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുത്തിയിട്ട് കാക്ക ചുമക്കൊക്കെ പോയി വന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. രാവിലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തായതുകൊണ്ട് തന്നെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കുടിക്കാനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോരുന്ന വഴിക്ക് ഓരോ ജ്യൂസൊക്കെ കുടിച്ചു. കാക്ക ഒരു പപ്പായ ജ്യൂസും ഞാനൊരു അനാർ ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ കാക്കുവിന്റെ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അവിടെ താത്തയൊക്കെ ഉണ്ടായിരുന്നു. താത്ത എംബ്രോയിഡറി ക്ലാസ്സിൽ ചേർന്നോടെ തന്നെ എംബ്രോയിഡറി നൂല് പല തരം കളേഴ്സും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ സെന്ററിലും പല തരത്തിലുള്ള സ്റ്റിച്ചുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ താത്ത ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളൊന്നും ഞങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇതിന് പകരം വേറെ പലതരം സ്റ്റിച്ചുകളാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം താത്ത ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. ഉമ്മയാണെങ്കിൽ താത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ചുരിദാർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയ്ക്ക് നല്ല രീതിയിൽ സ്റ്റിച്ചിങ്